ആയി ചങ്കാളെ മുത്തുമണിയാളെ സേഫെല്ലാം സേഫാന്ന് വിചാരിക്കും. മുത്തുമണിയാളെ തട്ടി മാറ്റി പോലെ കേട്ടോ. ബിസിനസ് ചെയ്യണവർക്കും പൈസ ഇടപാട് നടത്തുന്നവർക്കും ഒക്കെ ഇതൊരു ഉപകാരപ്പെടും. അതായത് ഇന്ന് രാവിലെ ഞങ്ങൾ കടയിൽ നടന്നൊരു സംഭവം കേട്ടോ. ഒരാൾ കോഫി വാങ്ങാൻ വേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ സംസാരിക്കണേ അങ്ങനെ 100 റിയാല് ഇങ്ങനെ നീട്ടി കൊടുക്കണുണ്ട് കേട്ടോ. കൊടുക്കണില്ല, അങ്ങനെ നീട്ടി പിടിച്ചിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കടയത്തെ ആള് ഇങ്ങനെ പോയി നോക്കി 10 റിയാലിൻ്റെ ഒരു കോഫിയാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി 90 റിയാൽ ചില്ലറ എടുക്കുക കേട്ടോ. അപ്പോൾ ആ പൈസ ഇയാൾ കൊടുക്കണില്ല. അപ്പോൾ മടക്കാണ്ട് പോക്കറ്റിൽ തന്നെ ഇട്ടു കേട്ടോ, ഇട്ടു. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ കാട്ടുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ ചെറിയ കോഫിക്ക് എത്രയാണ്, വലിയ കോഫിക്ക് എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കടയത്തെ ആളെടുത്ത് കയ്യിലാക്കണ ഒരു ഗ്ലാസും പിന്നെ ബാക്കി 90 റിയാലും കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇയാളെ ശ്രദ്ധ ഇങ്ങനെ തെറ്റിച്ചാണ്. അപ്പോൾ വലുതിന് എത്രയെന്നൊക്കെ ചോദിച്ചാണ്ട് അപ്പോൾ കടയത്തെ ആളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വലുതിന് ഇത്രയാണെന്നൊക്കെ. ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. മറ്റേ 100 റിയാൽ കൊടുത്തിട്ടില്ല. 100 റിയാൽ അയാൾ ഇങ്ങനെ നീട്ടിയാണ്ട് പോക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടതാ. അപ്പോൾ വാക്കി കൊടുക്കുകയാണ്. വാക്കി കൊടുത്തു കേട്ടോ. കടയത്തെ ആൾ വാക്കി കൊടുത്തു. അയാളെ കയ്യിൽ ഇങ്ങനെ വാങ്ങി പിടിച്ചിട്ടുണ്ട്. 100 റിയാൽ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ 1 മണിയാളെ ചില്ലറ കൊടുത്തു. അപ്പോൾ പിന്നെ മറ്റേ ചങ്ങായിൻ്റെ കയ്യിലാക്കണ ചില്ലറ മറ്റേ 100 റിയാൽ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കോഫീൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാണ്ട് അവരിങ്ങനെ ശ്രദ്ധ തെറ്റിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തുമണിയാളെ നമ്മൾ ഈ രാത്രിയൊക്കെ ഉറക്കം ഒഴിവാക്കിയാണ്ട് നമ്മൾ നയിച്ചിട്ടാക്കണ പൈസ ഇതേമാതിരി വന്ന് കള്ളന്മാരൊന്നും കൊണ്ടാണ് അവസ്ഥകൾ ആലോചിച്ച് നോക്കുകയാണ്. ഏതായാലും അൽഹംദുലില്ലാ 100 റുപ്യ പോയിട്ടുള്ളൂ. ഒരു 500 കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ മുത്തുമണി അത് റിയാദിലാണ് സംഭവം. റിയാദ് അസീസിയയിലാണ് സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അതേമാതിരി പൈസ ഇടപാട് നടത്തുന്ന ആൾക്കാരൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. അതേമാതിരി കള്ളനോട്ട് ഒക്കെ എല്ലാവരും കെയർഫുള്ളായിരിക്കുക. അങ്ങനെ മുത്തുമണിയാളെ കോഫിൻ്റെ വലിപ്പം ചെറുപ്പമൊക്കെ നോക്കിയാണ്ട് ഓൻ പോകും. കാരണം ഓനക്ക് പൈസയെല്ലാം കിട്ടണ്ടേ, അത് കിട്ടി. അപ്പോൾ ഓൻ പോയി. ആ വണ്ടി എന്ന് പറഞ്ഞാൽ ബാക്കിൽ ക്യാമറ ഇല്ല, ആ സൈഡിലൊക്കെ കൊണ്ടുപോയി നിർത്തിക്കണം. അതും വേറൊരു വണ്ടി ഉണ്ട്, അതിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി നിർത്തിക്കണം. വണ്ടിയും കണ്ടില്ല, നമ്പർ പ്ലേറ്റും കണ്ടില്ല. ചുരുക്കി പറഞ്ഞാൽ 90 റിയാൽ പോയി. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ എന്ന് പറയാം. അയിമ കഴിഞ്ഞു അൽഹംദുലില്ലാ. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നമ്മളിവിടെ പിന്നെ പ്രവാസ ലോകത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കെയർഫുൾ ആകുക, എല്ലാവരും ശ്രദ്ധിക്കുക. അത്രയുള്ളൂ എനിക്ക് പറയാനുള്ളൂ.